ആളുണ്ടാവും. പക്ഷേ 30 വ്യഭിചാരത്തെക്കാൾ കടുപ്പമാണ് ഒരു ഗീബത്ത്. നബി പറഞ്ഞു അൽ ഗീബത്തു അശദ്ദു മിൻ 30 സല്യ. ഇത്രയും കടുപ്പത്തിൽ പറഞ്ഞ ഗീബത്ത് ജീവിതത്തിൽ ഞാൻ ഒരാളെ പറ്റിയും പറഞ്ഞിട്ടില്ല. ഷാഫി ഇമാം പറഞ്ഞതുപോലെ പറയാൻ പറ്റിയ ഒരാൺകുട്ടി ഇല്ല, സദസ്സിലില്ല എന്നല്ല, സ്റ്റേജിൽ ഞാനുണ്ടാവില്ല. എത്രയാണ് നമ്മൾ ആളുകളെ പറ്റി കുറ്റം പറയുന്നത്? ഞാൻ ചുരുക്കി പറഞ്ഞു തരാണ്. ഗസാലി ഇമാം പറഞ്ഞതുപോലെ കുറ്റം പറഞ്ഞിട്ട് സ്വർഗം കൊടുക്കുന്നവനല്ല പടച്ചവൻ. മനസ്സിലാക്കിയാൽ മതി. കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടുന്ന ഒരു സംഗതി പരിശുദ്ധ ഇസ്ലാമിലില്ല. എത്രത്തോളം ആരെയും ദുഷിപ്പ് പറയരുത്. ദുഷിപ്പ് പറയാൻ അർഹനാണെങ്കിൽ പോലും ദുഷിപ്പ് പറയരുത്. ദുഷിപ്പ് പറഞ്ഞില്ലെങ്കിൽ ഒന്നും വരാനില്ല. എന്നിട്ട് പറഞ്ഞു എത്രത്തോളം നീ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളൊക്കെ ഇപ്പൊ ഇബ്ലീസുൽ ലഈൻ എന്ന് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയില്ലേ, അത് ഈമാന്റെ ഒരു അടയാളാണ്. ആ ലഅനത്തുല്ലാഹി അലൈഹി പറയല്. പക്ഷെ പറയൽ നിർബന്ധമുണ്ടോ? അപ്പൊ ഒരാൾ ഇബ്ലീസിന്റെ പേര് കേട്ടിട്ട് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞില്ല നോക്കുക, എന്നാൽ അല്ലാഹു തആല നാളെ പരലോകത്ത് നെടാ ഇബ്ലീസിന്റെ പേര് എന്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ട് ഈ എന്തേ ലഅനത്തുല്ലാഹി അലൈഹി പറയാതിരുന്നത്, പോ നരകത്തേക്ക് എന്ന് പറയില്ല. കാരണം എന്താ? ഒരാളെ ദുഷിപ്പ് പറഞ്ഞിട്ട് സ്വർഗം കിട്ടുന്ന പരിപാടി ഇവിടെ ഇല്ല, ഇസ്ലാമില് ഇല്ല. ഇനി മുതൽ നാവ് കൊണ്ടൊരാളെയും കുറ്റം പറയരുത്, ഗീബത്ത് പറയരുത്, പിന്നെ പരദൂഷണം പറയരുത്, ഏഷണി കൂട്ടരുത്, ഗീബത്ത് നമീമത്ത്. അത് മാത്രമല്ല, ഇന്നിപ്പോ എന്താന്ന് ഞങ്ങള് ഷെയ്ഖ് പട്ടം ചവയുന്നവരടക്കം ഗീബത്തും നമീമത്തും പറഞ്ഞ് നടക്കുകയാണ്. ഇന്നത്തെ ഒരു കാലത്താണ്. വൈകുന്നേരമായ അവർക്ക് പണി ഗീബത്തും നമീമത്തും പറയല. അന്ന് ആലപ്പുഴയാണെങ്കിൽ നാളെ തൃശ്ശൂര്, അങ്ങനെ ഓടി നടക്കുകയാണ്. യഥാർത്ഥ മശായിഖുമാർ അവരെ കുറ്റം പറഞ്ഞാൽ പോലും പ്രതികരിക്കില്ല. അതാണ് അവരുടെ ലോകം. ഞാൻ നിങ്ങളോട് പറയുന്നത് ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത് എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ ആരോപണം ഉന്നയിക്കരുത്. ബുഹ്താൻ, ഈ ബുഹ്താൻ എന്ന് പറഞ്ഞ സാധനം ആളുകളെ പറ്റി ഇല്ലാത്തത് പറയാം, ഉള്ളത് പറയുന്നതിന് തന്നെ ഗീബത്ത് എന്ന് പറയാം, ഇല്ലാത്തത് പറയുന്നതിന് ആരോപണം പറയാന്ന് പറയാം. അപ്പൊ അതിന്റെ പേരെന്താ? കളവ്. അതൊരാളെ ഇല്ലാത്തത് പറഞ്ഞ് ദ്രോഹിക്കല. അപ്പൊ അതിന്റെ പേരെന്താ? ഇനി ഒന്നും കൂടി പറയാം, അതൊരാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയലാണ്. അപ്പൊ എന്തുവായി? ഗീബത്തുമായി. അല്ലാഹ് നമ്മളെ മനസ്സല്ലാഹ് നന്നാക്കി തരട്ടെ. അപ്പോഴേ നാവ് നന്നാവുള്ളൂ.